അപ്പോൾ നിങ്ങളുടെ കയ്യിൽ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ ആ ഒരു അഡ്വൈസ് ലെറ്റർ കിട്ടുന്നത് വരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ടയർ 2 എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ്, എത്ര മാർക്ക് കിട്ടിയാലാണ് നമുക്ക് ഈ ഒരു ജോലി കിട്ടാൻ പോകുന്നത്. അതായത് മെഡിക്കൽ, നമ്മൾ അടുത്ത ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എത്ര മാർക്ക് മിനിമം നമ്മൾ സ്കോർ ചെയ്താലാണ് എന്നുള്ള ആ ഒരു കാര്യമാണ്. അതായത് ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, RRB ജെയുടെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്ന വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ആ ഒരു പ്രഡിക്ഷൻ ഒരു പക്ഷേ എന്താവാം, ശരിയാവാം, തെറ്റാവാം, അതൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. വളരെ ആക്യുറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്യുറേറ്റ് ഡേറ്റയായിട്ട്, ഒരു ആധികാരികമായിട്ടുള്ള ഡേറ്റയായിട്ട് നിങ്ങൾ ഒരിക്കലും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ ഒരുപക്ഷെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കട്ട് ഓഫിൽ, അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചില ഇൻഫറൻസുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള, അതായത് നിങ്ങൾക്കൊരു ജോലി നേടുക എന്നുള്ള ഒരു ഡ്രീമിലേക്കുള്ള ആ ഒരു കാര്യത്തിലേക്ക് തീർച്ചയായിട്ടും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് റെയിൽവേ എക്സാംസുകളിൽ അത് ഒരു സോണിൽ മാത്രമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സോണാണ്, അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കട്ട് ഓഫ് ഞാൻ പറയുന്നത്. ഓരോ സോണിലും ഒരേപോലെയുള്ള കട്ട് ഓഫ് ആയിരിക്കില്ല വരുന്നുണ്ടാവുക. അപ്പോൾ അത് ചില സോണുകളിൽ കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട്, ചില സോണുകളിൽ കട്ട് ഓഫ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാ പ്രാവശ്യവും ഒരുപോലെ അല്ല വരല്. അതായത് അത് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ പ്രാവശ്യവും ഇന്ന സോണിൽ, ചെന്നൈ സോണിൽ ഇതാണ് കട്ട് ഓഫ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ സോണിൽ ഇതാണ് കട്ട് ഓഫ്, അങ്ങനെയല്ല. സോണുകൾക്കനുസരിച്ചിട്ട് ആ സോണിൽ തന്നെയുള്ള വേക്കൻസികളെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില സോണുകളിൽ വേക്കൻസീസ് വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ കട്ട് ഓഫ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ കുറയാനും ചാൻസ് ഉണ്ട് ചില സമയങ്ങളിൽ. അതെന്തുകൊണ്ടായിരിക്കും അറിയോ? മൂന്നാമത്തെ കാരണമാണ് നമ്പർ ഓഫ് അപ്ലിക്കൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില സോണുകളിൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോമ്പറ്റീഷൻ കുറഞ്ഞു വരുന്നതൊക്കെയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നതിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ്. എന്നിരുന്നാലും അതായത് നിങ്ങൾക്ക് ഏതൊരു മാർക്ക് കിട്ടിയാലാണ് സേഫ് സ്കോർ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഈ മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ, ആ ഒരു മുൻകൂർ ജാമ്യത്തോടു കൂടി ഞാൻ ആ കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് പോവുകയാണ്. അതായത് റെയിൽവേ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കേണ്ട ഒരു സേഫ് സ്കോർ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് പോവാണ്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി, അതായത് പ്രധാനപ്പെട്ട കാറ്റഗറീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി, OBC, SC, ST, അതേപോലെ EWS കാറ്റഗറീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ജനറൽ കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 100 മുതൽ 105 മാർക്ക് വരെ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ അതൊരു സേഫ് സ്കോർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് എബോവ് 100 നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ എബോവ് 100 നിങ്ങൾക്ക് സ്കോർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോസ്റ്റ്ലി നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എബോവ് 105 ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് 105ന്റെ കാട്ടിലും മുകളിൽ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കാൻ തന്നെയാണ് സാധ്യത, യാതൊരു സംശയമില്ല. ഇനി 100 മാർക്കിന്റെ താഴെ വന്ന ആളുകൾ ഉണ്ടാവും അല്ലേ, ജനറൽ കാറ്റഗറിയിൽ 100 മാർക്കിന്റെ താഴെ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 95 to 100, അത് തീർച്ചയായിട്ടും 95 to 100 എന്ന് പറയുന്നത് ഒരിക്കലും സെലക്ഷൻ കിട്ടാത്തൊരു റേഞ്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മേ ബി നിങ്ങൾക്ക് ലഭിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെന്നൈ സോണിലൊക്കെ 95 റേഞ്ചിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ഷൻ വന്നിട്ടുണ്ട്. സോ 95 to 100 എന്ന് പറയുന്നതിലും സാധ്യതകളുണ്ട്. അതായത് സേഫ് സ്കോർ എന്ന് പറഞ്ഞാൽ എബോവ് 100 സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എബോവ് 105 ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ഈ ഒരു RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ലഭിച്ചിരിക്കും എന്നുള്ള കാര്യം സംശയം വേണ്ട. ഒരു എബോവ് 105 എന്ന് പറയുന്ന സ്കോർ ഉണ്ടെങ്കിൽ, ഇത് സേഫ് സ്കോറിനെ കുറിച്ചാണ് പറയുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതിൽ താന്നേക്കാം. ഇതിൽ വലിയൊരു പ്രശ്നം കിടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 90 to 100 അല്ലെങ്കിൽ 90 to 95 ഉള്ള ആളുകളുടെ കാര്യമാണ് ഇതിൽ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. കാര്യം ഈ എക്സാമിനേഷന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു റേഞ്ചാണ് ഈ 90-95 എന്ന് പറയുന്നത്. ഏത് സോണിലാണെങ്കിലും 90-95 എന്ന് പറയുന്ന ഈ സ്കോറിൽ ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല, നിങ്ങൾക്കൊരു ജോലി ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ബട്ട് ഉറപ്പായിട്ടും ഒരു 95-100 ഉള്ള ആളുകളും പൂർണ്ണമായിട്ടും പ്രതീക്ഷ കൈവിടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അവിടെയും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത്
സോൺ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്ത സോണുകൾക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഞാൻ പിന്നെയും പറയാണ്, ചില സോണുകളിൽ 90-ൽ താഴെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് സെലക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു സമയത്ത് ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ആസ് എൻ ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻറ്റ് സോണുകൾ പരിഗണിക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് 100 to 105 ആയിരിക്കും എന്തായിട്ട് വരാൻ പോകുന്നത്, 105 ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ് ആയിട്ട് വരാൻ പോകുന്നത്. OBCയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു 2-3 മാർക്കിന്റെ വ്യത്യാസമേ വരാറുള്ളൂ. അതായത് OBCയിൽ വലിയൊരു മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഒരു 2-3 മാർക്കിന്റെ ഡിഫറൻസ് ആയിരിക്കും OBCയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ OBC കാറ്റഗറിയിൽ 98 to 108 ആയിരിക്കും എന്തായിട്ട് വരാൻ സാധ്യത. അതായത് എബോവ് 100 ഉണ്ടെങ്കിൽ OBCയിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കട്ട് ഓഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ OBC കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ 98 to 102 ആണ് കാറ്റഗറി ആയിട്ട് നമ്മൾ മാർക്കായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. SC കാറ്റഗറിയിലാണെങ്കിൽ 90-95 ഇത് താഴാൻ ഇനിയും സാധ്യത ഉണ്ട് കേട്ടോ. ഈ 90-95 ഇനിയും താഴോട്ട് വരാം, അതൊരു 87-95 റേഞ്ചിലേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിലും താഴാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ST കാറ്റഗറി ആണെങ്കിൽ 90 ബിലോ 90 വരാനാണ് സാധ്യത. നിയർ ബൈ 90 തന്നെയായിരിക്കും SC കാറ്റഗറിയിലും വരാൻ പോകുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. EWS കാറ്റഗറി ആണെങ്കിൽ 96 to 100 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, EWS കാറ്റഗറിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ കിട്ടിയിട്ടുള്ള ഡേറ്റാസുകളും അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എഴുതിയിട്ടുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് കൂടി എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ആസ് എൻ ഓവർവ്യൂ എനിക്ക് പറയാനുള്ളത്, എബോവ് 100 എന്ന് പറയുന്ന സ്കോറാണ് ഈ എക്സാമിനേഷനിൽ നമുക്കൊരു സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റുക. കുറച്ചുകൂടി ഒരു ഷ്യൂരിറ്റി കിട്ടണമെങ്കിൽ എബോവ് 105 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുമെന്ന് ഏകദേശം നിങ്ങൾക്ക് ഉറപ്പിക്കാം. കാരണം അതൊരു ബെറ്റർ സ്കോർ തന്നെയാണ് എബോവ് 105 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, തീർച്ചയായിട്ടും RRB ജൂനിയർ എഞ്ചിനീയർ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ ഇൻറ്റൻഷനിലാണ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുള്ളത്, ഈ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ ആ ഒരു അഡ്വൈസ് ലെറ്റർ കിട്ടുന്നത് വരെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ഇപ്പോൾ 100 മാർക്കുള്ള ഒരാൾ ഇപ്പോൾ പരീക്ഷ CBT 2 എക്സാം എഴുതി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ റിലാക്സ് ചെയ്യരുത്, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് അടുത്ത എക്സാമിന് RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ CBT 1 എക്സാം അടുത്ത വർഷം കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വൈകാതെ തന്നെ വരും. അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, നമ്മുടെ കയ്യിൽ അഡ്വൈസ് ലെറ്റർ കിട്ടുന്നത് വരെ ആ ജോലി നമ്മുടേതല്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി പറയാനുള്ളത്, 90യുടെ താഴെ വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യത കുറവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റൻസീവായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പഠിക്കണം. അതേപോലെ 90 to 100 ഇടയിലൊക്കെ, അതായത് നിങ്ങൾ ആ ഒരു ട്രാക്കിൽ ആ എക്സാമിന്റെ ആ ഒരു ജോലിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങൾക്ക് ജോലി ലഭിക്കുമായിരിക്കും, എന്നിരുന്നാലും ഒരു കൺഫർമേഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളും പഠിച്ചു തുടങ്ങണം. അതായത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ട് അടുത്ത തവണ ഒരിക്കൽ കൂടി നിങ്ങൾ ട്രൈ ചെയ്യണം. അതായത് ഈ ജോലി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മുടെ പ്രിപ്പറേഷൻ അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എബോവ് 105 ഉള്ള ആളുകൾ റിസൾട്ട് വരെ വെയിറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാര്യം എന്തായാലും ജോലി കിട്ടാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ 1-2 മാർക്കിന്, ചിലപ്പോൾ 0.1 മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്. അതിലൊന്നും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക, അത് നേടിയെടുക്കുക, വിജയം കരസ്ഥമാക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ മുന്നിലെ എയിം എന്ന് പറയുന്നത്. സോ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്ന റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണയും 5000-ൽ കുറയാത്ത വേക്കൻസിയോട് കൂടി RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ എൻട്രിയിൽ എഡ്യൂഫെസ്റ്റ് നടക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എഡ്യൂഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എൻട്രിയുടെ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളും ഏറ്റവും മികച്ച ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ RRB JEE എക്സാം എഴുതിയ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.